ഒരു നല്ല ഗോൾ കീപ്പർക്കെതിരെ പന്തിനെ വലയിലെത്തിക്കുക എന്നത് പ്രയാസമേറിയ ഒരു കാര്യമാണെങ്കിൽ, ഒരു പ്രഗത്ഭനായ ഗോൾ കീപ്പറിൽ നിന്നും പന്ത് തട്ടിയെടുത്ത് വലയിലെത്തിക്കുക എന്നത് അതിനേക്കാൾ പ്രയാസമേറിയ ഒരു കാര്യമാണ്. വളരെ അവിശ്വസനീയമായ നിമിഷങ്ങളായിരുന്നു അന്ന് നേപ്പിൾസിലെ സ്റ്റേഡിയോ സാൻ പോളോയിൽ അരങ്ങേറിയത്. അന്ന് സ്റ്റേഡിയത്തിലെ കാമറൂണിയൻ ആരാധകരെ തീർത്തും ആകാംക്ഷയിലാഴ്ത്തിയ കളിക്കാരന്റെ പേരാണ് സാക്ഷാൽ റോജർ മില്ല. റോജർ മില്ല തന്റെ 14-ാം വയസ്സിൽ ഫുട്ബോൾ കരിയറിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അതുവരെയുള്ള ജീവിതം വളരെ കടുപ്പമേറിയതായിരുന്നു. മില്ലർ എന്നായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. പക്ഷേ ഈ ഒരു പേരിനെ കൂടുതൽ ആകർഷണീയമാക്കുന്നതിനായി മില്ലർ എന്നത് അദ്ദേഹം മില്ല എന്നാക്കി മാറ്റി. ഇതേ കാരണം കൊണ്ട് തന്നെ തന്റെ പ്രൊഫഷണൽ കരിയറിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് റോജർ മില്ല എന്നായിരുന്നു. അദ്ദേഹത്തെ പ്രശസ്തനാക്കിയതും ഈ പേര് തന്നെയാണ്. കാമറൂണിയൻ ടോപ്പ് ഡിവിഷൻ ക്ലബ്ബുകളിലെ ലീഗ് നേട്ടങ്ങൾക്ക് ശേഷം തന്റെ 25-ാം വയസ്സിലാണ് ഫ്രഞ്ച് ലീഗിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത്. ഫ്രാൻസിലേക്ക് ചേക്കേറുമ്പോൾ അദ്ദേഹത്തിന്റെ ഗോൾ സ്കോറിംഗ് എബിലിറ്റി വളരെയധികം ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മറ്റുള്ള സ്ട്രൈക്കർമാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പ്രായം കൂടുന്തോറും വീര്യം കൂടുന്ന വളരെ അപൂർവം സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു സാക്ഷാൽ റോജർ മില്ല. ഫ്രാൻസിൽ AS മൊണാക്കോ, വെലൻസിയനസ്, ബാസ്റ്റിയ, സെയിന്റ് എറ്റിയൻ, മോൺപെലിയർ തുടങ്ങിയ ക്ലബ്ബുകളിൽ കളിച്ച ശേഷമുള്ള തന്റെ രാജ്യത്തേക്കുള്ള തിരിച്ചുവരവ് വളരെ കരുത്തുറ്റതായിരുന്നു. തന്റെ രാജ്യത്തെ ടൊണേര എന്ന ക്ലബിനു വേണ്ടി 116 മത്സരങ്ങളിൽ 89 ഗോളുകൾ നേടുമ്പോൾ അദ്ദേഹം തന്റെ പ്രായത്തിന്റെ 40കളിലായിരുന്നു എന്നത് ആരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇതിനിടെ തന്റെ വേൾഡ് കപ്പിലെ ഒരു അപ്പിയറൻസിന് ശേഷം അദ്ദേഹം തന്റെ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചു. എന്നാൽ അന്നത്തെ കാമറൂണിയൻ പ്രസിഡന്റിന്റെ നിർബന്ധപ്രകാരം അദ്ദേഹം 90-ലെ കാമറൂണിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് തിരിച്ചെത്തി. പക്ഷേ അന്നത്തെ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും ഈ 38-കാരനിൽ പ്രതീക്ഷ കൽപ്പിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം 90 മിനിറ്റും തുടർച്ചയായി കളിക്കാൻ പ്രാപ്തനായിരുന്നില്ല. പ്രായത്തിൻ്റെതായ പോരായ്മകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ നിർണായക മത്സരങ്ങളിൽ ഒരു പകരക്കാരനായി കളത്തിൽ പ്രത്യക്ഷനായ റോജർ മില്ല 4 ഗോളുകളാണ് ടൂർണമെന്റിൽ നേടിയത്. അതിലെ 2 ഗോളുകളാകട്ടെ റൗണ്ട് ഓഫ് 16-ൽ അന്നത്തെ ഏറ്റവും പ്രശസ്ത ഗോൾ കീപ്പറുടെ ധാരണകളെ എന്നേക്കുമായി തെറ്റിച്ചു. തീർത്തും മന്ദഗതിയിൽ പോയിരുന്ന മത്സരത്തിന്റെ ഗതി ഇതോടെ അയാൾ മാറ്റിമറിച്ചു. എക്സ്ട്രാ ടൈമിന്റെ 106-ാം മിനിറ്റിൽ അദ്ദേഹം നേടിയ ആദ്യ ഗോൾ കാമറൂണിയൻ ടീമിനെ 10 മടങ്ങ് ഊർജം പകർന്നു. പക്ഷേ 3 മിനിറ്റുകൾക്ക് ശേഷമാണ് നേപ്പിൾസിലെ 10,000-കണക്കിന് ആളുകൾ ആ നാടകീയ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു ഗോൾ കീപ്പർക്ക് എന്തും ചെയ്യാൻ സാധിക്കുമെന്ന് ലോകത്തിനു മുന്നിൽ കാട്ടിത്തന്ന റെനെ ഹിഗ്വിറ്റ ആ ഒരു നിമിഷത്തെ തന്റെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ പിഴവായി ഇന്നും കണക്കാക്കുന്നു. തന്റെ ഹാഫിൽ ബോക്സിന് പുറത്ത് പന്ത് റിസീവ് ചെയ്ത ഹിഗ്വിറ്റ ഒരുപക്ഷെ തന്റെ ഒപ്പോണന്റിനെ ശ്രദ്ധിച്ചു കാണില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ 38-കാരനെ തന്റെ കാലിൽ നിന്നും പന്ത് തട്ടിയെടുക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും കരുതി കാണില്ല. വെറും 24 വയസ്സായിരുന്നു ഹിഗ്വിറ്റയുടെ അന്നത്തെ പ്രായമെങ്കിൽ 38-കാരനായ റോജർ മില്ല അദ്ദേഹത്തിന്റെ കാലിൽ നിന്നും പന്തിനെ അനായാസം റാഞ്ചിയെടുത്തു. സാക്ഷാൽ റോജർ മില്ലയുടെ മിടുക്കിനെയും റെനെ ഹിഗ്വിറ്റ എന്ന ഗോൾ കീപ്പറുടെ തകർന്നടിഞ്ഞ കോൺഫിഡൻസിനെയും ചൂണ്ടിക്കാണിച്ച നിമിഷമായിരുന്നത്. തുടർന്ന് ഒരു മുന്നേറ്റം നടത്തിയ മില്ല പന്തിനെ അനായാസം വലയിലെത്തിച്ചു. ശേഷം കോർണർ ഫ്ലാഗിനെ കാഴ്ചക്കാരനാക്കി ഒരു മികച്ച സെലിബ്രേഷനും അദ്ദേഹം നടത്തി. ആ സെലിബ്രേഷൻ പിന്നീട് ലോകത്തിലെ എക്കാലത്തെയും ലെജൻഡറി സെലിബ്രേഷനുകളിൽ ഒന്നായി മാറി. എന്നാൽ ഇതിനെല്ലാം അപ്പുറത്തേക്ക് മില്ലയുടെ കോൺഫിഡൻസ് അന്ന് ആളുകൾ ആഫ്രിക്കൻ ഫുട്ബോളിനെ സമീപിച്ചിരുന്ന രീതിയെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സഹായിച്ചു. തുടർന്ന് വേൾഡ് കപ്പ് ചരിത്രത്തിൽ ആദ്യമായി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ആഫ്രിക്കൻ ടീമായി മാറി കാമറൂൺ. ക്വാർട്ടറിലാകട്ടെ കടുത്ത കോമ്പറ്റീഷനായിരുന്നു അവർ അന്നത്തെ ഫുട്ബോൾ കരുത്തന്മാരായ ഇംഗ്ലണ്ടിന് നൽകിയത്. മത്സരത്തിന്റെ റെഗുലർ ടൈം അവസാനിക്കുമ്പോൾ 2-2 സ്കോർ ലൈനെങ്കിലും വിജയത്തെ മുന്നിൽ കണ്ട കാമറൂണിയൻ ടീമിന്റെ സ്വപ്നത്തെ ഇംഗ്ലീഷ് താരമായ ഗാരി ലിനേക്കർ ഒരു പെനാൽറ്റിയിലൂടെ തകർത്തെറിഞ്ഞു. പക്ഷേ റോജർ മില്ല തന്റെ ഇന്റർനാഷണൽ കരിയർ അവിടം കൊണ്ടൊന്നും അവസാനിപ്പിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. വർഷം 94-ലെ ലോകകപ്പിൽ അയാൾ ഒരിക്കൽ കൂടി കാമറൂണിയൻ നാഷണൽ ടീമിനായി അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 42 വയസ്സായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഗോളും അദ്ദേഹം ഈ ടൂർണമെന്റിൽ നേടുകയുണ്ടായി. ഈ ഒരു ഗോളോടെ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിലെ ഏറ്റവും പ്രായമുള്ള ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് അദ്ദേഹം നേടിയെടുത്തു. 4 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തന്നെ 38-ാം വയസ്സിൽ നേടിയെടുത്ത റെക്കോർഡായിരുന്നു ഇക്കുറി അദ്ദേഹം തിരുത്തിയത്. സാക്ഷാൽ റോജർ മില്ലയുടെ ഈ ഒരു റെക്കോർഡ് ഇന്നേ വരെ ആരും തകർത്തിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. തീർച്ചയായും ചില ഫുട്ബോളേഴ്സ് അങ്ങനെയാണ്. ഒരുപാട് നീണ്ട കരിയർ ഉണ്ടെങ്കിൽ പോലും അവരെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ഒരൊറ്റ നിമിഷം തന്നെ ധാരാളമായിരിക്കും. അത്തരത്തിൽ ഒരു ഐതിഹാസികമായ നിമിഷമായിരുന്നു അന്ന് നേപ്പിൾസിലെ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ആ ഡ്രമാറ്റിക് നിമിഷത്തിലെ വിക്ടിമായതാകട്ടെ അന്നത്തെ പ്രശസ്ത ഗോൾ കീപ്പറായ സാക്ഷാൽ റെനെ ഹിഗ്വിറ്റയും.